പവർ CPM-ല് പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ തന്നെ തിരിച്ചു വന്നതിനെ ചൊല്ലിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പിണറായിക്കെതിരെ പരസ്യ വിമർശനങ്ങളുമായിട്ട് ശൈലജ ടീച്ചറും KK ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകളും രംഗത്ത് വന്നു കഴിഞ്ഞു. ഉം. ശരിക്കും പിണറായി ഒതുക്കിയ ഒരാളാണ് ശൈലജ ടീച്ചർ. നല്ല രീതിയിൽ ഒതുക്കിയതാണ്. KK ശ്രീമതിക്കും പണി കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോ കഴിഞ്ഞ ദിവസം ആനി രാജ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. കോൺഗ്രസ് സ്ത്രീ പ്രാതിനിധ്യം കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നില്ല, മന്ത്രിസഭയിൽ സ്ത്രീകളുടെ എണ്ണം കൂട്ടുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകളെ അവർ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ അനിരാജയ്ക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴത്തെ മന്ത്രിസഭയിലും ഉണ്ട് സ്ത്രീകള്. കോൺഗ്രസ് ഒരിക്കലും ഇപ്പൊ ലീഗിന്റെ പോലും വനിതാ MLA ഉണ്ട്. അത്തരത്തില് കോൺഗ്രസ് ഒരിക്കലും സ്ത്രീകളെ മാറ്റി നിർത്തിയ ഒരു പാർട്ടിയാണെന്ന് തോന്നിയിട്ടില്ല. എന്തായാലും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ CPM ഒരു ചരിത്രപരമായ ഒരു മാറ്റത്തിലേക്ക് ഒരുങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കണം. എന്തായാലും സ്ത്രീകളെ തഴയുന്ന ഒരു പാർട്ടി എന്നുള്ള പേര് മാറ്റാനെങ്കിലും ശൈലജ ടീച്ചറെ മുൻനിർത്തിക്കൊണ്ട് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ നേരിട്ടിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും വിജയം കുറച്ചും കൂടി ബെറ്റർ ഒരു റിസൾട്ട് ഉണ്ടാക്കാമായിരുന്നു എന്നുള്ള ചർച്ചകൾ ഏറ്റവും കൂടുതൽ വരുന്നതാണ് PB-യിലടക്കം. പിണറായി ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ശൈലജ ടീച്ചർ ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അതൊരു ചരിത്രമാകുമായിരുന്നില്ലേ? പാറശാല ഏരിയ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രാവശ്യത്തെ തോൽവിക്കുള്ള പ്രധാന കാരണം പിണറായി വിജയനാണ്. ആ തോൽവിയിൽ നിന്ന് ഒരുപക്ഷെ CPM-ന് കയറാമായിരുന്നു. രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, പിണറായി വിജയന്റെ മുഖം മാറ്റിയിട്ട് ഒരു മുഖം ഇല്ലാണ്ട് ഇലക്ഷൻ ക്യാമ്പയിനിൽ നേരിടുക എന്നുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശൈലജയെ മുമ്പോട്ട് വെക്കുക എന്നുള്ള കാര്യം. ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്ര ദയനീയമായ തോൽവി പാർട്ടി അഭിമുഖീകരിക്കില്ലായിരുന്നു എന്നുള്ള സാധനം. ഇനിയിപ്പം CPM-ന്റെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സെക്രട്ടറി പദവിയിലോട്ട് MV ഗോവിന്ദനെ മാറ്റിയിട്ട് അവർ ശൈലജ ടീച്ചറെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വരും എന്നുള്ളത്. കാരണം ഇത്രമാത്രം നോക്കിയാൽ മതി. പണ്ട് CPM-ന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഒന്നായിരുന്നു കേരം വിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിക്കട്ടെ. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ ഗൗരിയമ്മയെ മുഖ്യമന്ത്രി ഇമേജ് ആക്കി നിർത്തുന്നു, ഇലക്ഷൻ ജയിച്ചു വരുന്നു, അതിനുശേഷം ഗൗരിയമ്മയെ വെട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം അന്ന് ഇതിന് പറഞ്ഞ പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ CPM-ന്റെ ഐഡിയോളജിക്ക് എതിരായിട്ടുള്ള ഒരു സാധനമായിരുന്നു അത്. CPM പറയാറുണ്ട് ജാതിയില്ല, മതമില്ല, ഇത്തരത്തിൽ വളരെ നല്ല ആശയമാണ്. പക്ഷെ ഗൗരിയമ്മയെ അന്ന് പറഞ്ഞ പോലെ വെട്ടിയത് താഴ്ന്ന ജാതി ആയതുകൊണ്ട്, പിന്നെ സ്ത്രീ ആയതുകൊണ്ടും, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അന്ന് ഗൗരിയമ്മയെ വെട്ടിയത്. അല്ലായിരുന്നുണ്ടെങ്കിൽ കേരളത്തിലൊരു എന്താ പറയാ വനിതാ മുഖ്യമന്ത്രിയെ കൊടുക്കാൻ പറ്റുമായിരുന്നു CPM-ന്. അത് മാത്രമല്ല, ഇനിയിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് നോക്കുമ്പോൾ ഇതേവരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു സ്ത്രീ ഇരുന്നിട്ടില്ല സെക്രട്ടറി ആയിട്ട്. MV ഗോവിന്ദൻ ഇരിക്കുന്ന അവിടെ ഒരു സ്ത്രീ ഇരുന്നിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ KK ശൈലജ വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വിപ്ലവകരമായ മാറ്റം തന്നെ ആയിരിക്കും. അത് യാതൊരുവിധ സംശയമല്ല. പക്ഷെ എത്രത്തോളം അതിന് പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യം ഉണ്ട് അവിടെ. കാരണം MV ഗോവിന്ദൻ എന്നുള്ള ഒരു സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, പിണറായി വിജയൻ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും എന്താ പറയാ സപ്പോർട്ട് ഇല്ലാത്തൊരു നേതാവാണ് KK ശൈലജ. പക്ഷെ ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർക്ക് സപ്പോർട്ടായിട്ട് P ജയരാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അപ്പുറത്തുണ്ട്, കണ്ണൂരിൽ ചന്താരകം. അപ്പം ഇത്തരത്തിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവരെ തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ജയരാജന്റെ സപ്പോർട്ടോട് കൂടി ഒരു പക്ഷേ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്നുള്ള എന്താ പറയുക പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വലിയ തിരിച്ചടി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പായിട്ടും ഇവിടെ പിണറായിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു എതിർ ശബ്ദം പിണറായിക്കെതിരെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് P ജയരാജൻ മാത്രമാണ് ആ ഒരു ധൈര്യം കാണിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ആരും ഈ ഭരണത്തിൽ ഇരുന്ന സമയത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ബിനോയ് വിശ്വം പോലും ഇപ്പോഴാണ്, ഇതിന് ശേഷമാണ് പാർട്ടിയിലെ തലയിൽ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത് CPM അല്ലെങ്കിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യം എന്നൊക്കെ ഇപ്പോഴാണ് സഖാക്കൾ പറയാൻ തുടങ്ങിയത്. ഈ ശൈലജ ടീച്ചർ പോലും വാ തുറന്ന് മിണ്ടിയിട്ടില്ല പിണറായി വിജയനെതിരെ ഒരു സമയം വരെ. പക്ഷെ P ജയരാജനെയാണ് അപ്പോഴും കണ്ണൂരിലെ ഒരുപാട് സഖാക്കള് പ്രതീക്ഷയായിട്ട് കണ്ടിട്ടുള്ളത്. ഇപ്പോഴും ഈ തോൽവിക്ക് ശേഷവും ഇനി പാർട്ടിക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഗോവിന്ദനെ സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. കണ്ണാടി നോക്കാൻ അച്ഛനോട് മകൻ തന്നെ പറഞ്ഞു എന്ന് പറയുന്നു. ഏറ്റവും കോമഡി ആയിട്ട് ചാം ചച്ച ആ പാട്ടിന്റെ അവസ്ഥ പോലെയാണ് ഈ പറയുന്ന ഗോവിന്ദന്റെ വർത്തമാനം പറച്ചില്, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന രീതി എന്നുവരെയുള്ള വിമർശനങ്ങൾ, അത്രയും അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഗോവിന്ദനെ മാറ്റിക്കൊണ്ട് പുതിയൊരു നേതൃത്വം വരണം, അല്ലെങ്കിൽ ശൈലജ ടീച്ചറെ അല്ലെങ്കിൽ P ജയരാജനും വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും അവിടെ. പക്ഷെ എന്തായാലും അനിരാജ പറഞ്ഞതുപോലെ സ്ത്രീ പ്രാതിനിധ്യം ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടി തന്നെ ഒരു മാതൃകയാവുന്നത്, ഇപ്പൊ KR ഗൗരിയമ്മ വെട്ടി എന്നുള്ളൊരു ചരിത്രം അവിടെ നിൽക്കുമ്പോൾ ആ ഒരു കറ മാറ്റിക്കളയാനെങ്കിലും ഒരു പെണ്ണിനെ മുന്നോട്ട് നിർത്തി ശൈലജ ടീച്ചറുടെ പേരിൽ പാർട്ടി സെക്രട്ടറി ആയിട്ട് അവർ വരുമ്പോൾ അവർക്ക് അത്രത്തോളം കഴിവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ
എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി അഭിപ്രായം ഇല്ല. അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, മീൻസ് നന്നായിട്ട് ഭരണം കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ പാർട്ടി എത്രത്തോളം ചലിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം സംശയമാണ്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, തരൂറിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും, പക്വതയുള്ള ആളാണ്. പക്ഷെ ഈ പറഞ്ഞ നേതൃസ്ഥാനത്ത് മാത്രം, പക്ഷെ പാർട്ടി അടിത്തട്ടിൽ ചലിപ്പിക്കാനുള്ള കഴിവ് തരൂറിനും ഇല്ല. അതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ICC പിന്നെ നേതൃസ്ഥാനത്തൊക്കെ തരൂർ വന്നാൽ വളരെ നല്ല കാര്യമാണ്. സെയിം സ്ഥാനമായിരിക്കും ശൈലജ ടീച്ചർ നേരിടാൻ പോകുന്നത്. പാർട്ടിയുടെ എന്താ പറയുക, നേതൃസ്ഥാനത്ത് ഇരിക്കാനുള്ള ഒരു യോഗ്യത മേ ബി പ്രതിപക്ഷ നേതാവായിട്ട് പറ്റുമായിരിക്കും. പക്ഷെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ളവർക്ക് എത്രത്തോളം അത് വിജയകരമാകും എന്നുള്ളത് വലിയ ചർച്ചാ വിഷയമാണ്. പക്ഷെ ആ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ P. ജയരാജൻ അതിനെന്തുകൊണ്ടും അത് തെളിയിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നില്ല, കാരണം പിണറായി വിജയൻ ഒരിക്കലും അദ്ദേഹത്തെ കൊണ്ട് ഇപ്പം ഇന്നലെ അദ്ദേഹത്തിന്റെ ഒരു ബുക്ക് അദ്ദേഹം ഇനാഗ്രേഷൻ ചെയ്തായിരുന്നു. ഈ പറഞ്ഞ പോലെ വർഗീയവാദികൾക്കെതിരെ എഴുതായിട്ടുള്ള ഒരു ബുക്കാണ്, RSSനെയൊക്കെ പരാമർശിച്ചുകൊണ്ട്. RSSന് എന്നും വലിയൊരു എന്താ പറയുക വെല്ലുവിളി തീർത്ത നേതാവാണ് P. ജയരാജൻ. അപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ നോക്കേണ്ടത് ഇന്നലെ തിരൂര് ഒരു ഫ്ലെക്സ് ഉയർന്നായിരുന്നു. അവിടെ ഈ പറഞ്ഞ പോലെ CPMന്റെ നേതാക്കന്മാർ പിന്നെ SDPI നേതാക്കന്മാരുമായിട്ട് ഭക്ഷണം കഴിച്ച കാര്യങ്ങളൊക്കെ അവിടെ മലബാറിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. പാർട്ടിയുടെ തോൽവിക്ക് കാരണം SDPI പോലുള്ള മത തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് പാർട്ടിയുടെ തോൽവിക്ക് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ യാതൊരുവിധ തരത്തിലും എന്താ പറയുക തീവ്രവാദികളുമായിട്ടോ അല്ലെങ്കിൽ മത തീവ്രവാദികളായിട്ട് സന്ധി ചേരാത്ത നേതാവാണ് P. ജയരാജൻ. അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാലും വളരെ നല്ലൊരു എന്താ പറയാ മൂവ്മെന്റിലൂടെ അല്ലെങ്കിൽ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഒരു നേതാവാണ് P. ജയരാജൻ. എന്തായാലും ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് PR വർക്ക് തന്നെയായിരുന്നു അത് കോവിഡ് ടൈമിലൊക്കെ ആണെങ്കിലും. പക്ഷെ ശൈലജ ടീച്ചറെ വെട്ടി നിരത്തി എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്രാവശ്യം അവരെ പേരാവൂർ കൊണ്ട് നിർത്തിയത് പോലും അവരൊരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയത്. അതിലൊക്കെ ഇപ്പോഴാണ് അവർ പറയുന്നത് ആ പാർട്ടി ആ ദൗത്യം ഏൽപ്പിച്ച സമയത്ത് ഒരു എതിർശബ്ദം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതായിരിക്കില്ല അവസ്ഥ. അവരും ഇതുപോലെ നിയമസഭയിൽ ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ സഭയിൽ പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർ തോക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തന്നെയായിരുന്നു. ഇപ്പോൾ ഇതിന് ശേഷവും അവർ CPM അന്വേഷണ കമ്മിറ്റിയൊക്കെ വെച്ചല്ലോ പാർട്ടി കോട്ടകളിലെ തോൽവി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്തുകൊണ്ട് പേരാവൂരിലെ ശൈലജ ടീച്ചറുടെ തോൽവി അന്വേഷിക്കുന്നില്ല? അപ്പൊ അവർക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു ഇവിടെ തോക്കും എന്നുള്ളത്. തോക്കുമെന്ന് അറിഞ്ഞിട്ട് കൊണ്ടേ നിർത്തിയത് പോലെ. ഇപ്പൊ വീണ ജോർജ് ആണെങ്കിലും ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു, വേണ്ട നീ നിന്നാ മതി, വാങ്ങാനുള്ള വാങ്ങിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് കൊണ്ടേ നിർത്തിയതാന്നുള്ളത്. അപ്പൊ എല്ലാവരും ഇത്രയും ആക്ഷേപം അല്ലെങ്കിൽ ആരോപണം സഖാക്കന്മാരിൽ നിന്ന് വരുമെന്ന് പിണറായി വിജയൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ബേബി ആണെങ്കിൽ പറഞ്ഞും പോയി ആർക്ക് വേണേലും പ്രതികരിക്കാൻ തുറന്നു പറഞ്ഞോളൂ എന്ന്. പക്ഷെ പറച്ചില് തുടങ്ങിക്കഴിഞ്ഞപ്പോ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത പറച്ചിലായിപ്പോയി. അപ്പൊ എന്തായാലും ശൈലജ ടീച്ചർക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ ഒരു സൈഡിൽ ശക്തമാകുന്നുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചവർ എന്തായാലും MLA അല്ലാത്തവർ പ്രതിപക്ഷ നിരയിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പാർട്ടി സെക്രട്ടറി ആയിട്ട് ശൈലജ ടീച്ചറെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത്രയും ഇപ്പോൾ ഫവാസ് പറഞ്ഞ പോലെ അതിനുള്ളൊരു കഴിവ് അല്ലെങ്കിൽ അത്രയും ഒരു പാർട്ടി ചലിപ്പിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ അനിരാജയെ പോലുള്ള മുതിർന്ന നേതാക്കള് ഇങ്ങനെ ഇരുന്ന് കോൺഗ്രസിനെ കുറ്റം പറയുമ്പോൾ സ്വന്തം പാർട്ടിയിൽ ഒരു പെണ്ണിനെ മുന്നോട്ട് നിർത്തിക്കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു വൃത്തി ഉണ്ടാവും കാണാനായിട്ട്.